വചനജായ 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 വചനജായ. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ പ്രസിദ്ധമായ കഥയാണ് ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ. വാർദ്ധക്യത്തിലെത്തിയ ഒരു മുക്കുവൻ, അയാൾക്ക് പുതിയൊരു പദ്ധതിയുണ്ട്. ഇത്രയും നാൾ അയാൾ മത്സ്യം പിടിച്ച് ജീവിച്ചു. അയാൾക്ക് കടലിനെ അറിയാം, മീനുകളെ അറിയാം, മീനിൻ്റെ കൗശലമറിയാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം സുഗമമായിട്ട്, ഇത്രയും നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായി അയാൾ ആർജിച്ചെടുത്ത അയാളുടെ ജീവിതാനുഭവം കൊണ്ട് സുഗമമായി ഇനി ജീവിതം മുന്നോട്ടുണ്ടാകും. പക്ഷേ അയാൾ അതിന് മുതിരുന്നില്ല. അതിനു പകരം അയാൾ വലിയൊരു മത്സ്യത്തെ തേടി ദൂരേക്ക് യാത്രയാകുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി അയാൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു 10-20 ദിവസം അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വന്ന് സാധാരണ രീതിയിലുള്ള മത്സ്യബന്ധനം നടത്തി ഉപജീവനമാർഗം തേടാവുന്നതാണ്. പക്ഷേ ഇയാളത് ചെയ്യുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയാണ്. അങ്ങനെ നീണ്ട 84 ദിവസം ഒന്നും ലഭിക്കാതെ കടന്നു പോവുകയാണ്. തനിക്ക് ചുറ്റുമുള്ള എല്ലാവരും പരിഹസിക്കുന്നുണ്ട്. ഇതെല്ലാം അയാൾ തൃണവൽക്കരിച്ചുകൊണ്ട് അയാൾ വീണ്ടും മത്സ്യബന്ധനത്തിന് പോകുന്നു. 85-ാമത്തെ ദിവസമാണ് അയാൾ ആഗ്രഹിച്ച മർലീൻ എന്ന് പറയുന്ന മീൻ അയാളുടെ ചൂണ്ടയിൽ കൊരുങ്ങുന്നത്. ഈ മീൻ ഇയാൾക്ക് കിട്ടുമ്പോൾ അയാൾക്ക് ഈ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണ്. കാരണം ശക്തിയുള്ള ഈ മീൻ ഇയാളെയും വഹിച്ചുകൊണ്ട് ഇത്രനാളും ഇയാൾ അനുഭവിക്കാത്ത ഒരു വേഗം അയാൾക്ക് ലഭിക്കുകയാണ്. ആ മീൻ ഇയാളെയും കൊണ്ട് കുതിച്ചു പാവുകയാണ്. ഇത്രയും നാൾ ഇയാൾ അനുഭവിക്കാത്ത ഒരു ശക്തി മീൻ ഇയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു കടൽ തന്നെ അയാൾ അനുഭവിക്കുകയാണ്. കടലിൻ്റെ നിറം മാറുന്നതും ഒക്കെ അയാൾ അത്ഭുതത്തോടെ അറിയുകയാണ്. തൻ്റെ മുഴുവൻ ശക്തിയും അയാൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. 3 ദിവസമാണ് ഈ മീൻ ഇയാളെയും കൊണ്ട് പായുന്നത്. അങ്ങനെ വളരെ പ്രത്യേകമായ ഒരു അനുഭവം അയാൾക്ക് ലഭിക്കുകയാണ്. അയാൾക്ക് ആത്മഹർഷം എന്ന് വിളിക്കാവുന്ന ഒരു അനുഭവം ഇതിലൂടെ ലഭിക്കുന്നു. അങ്ങനെ തൻ്റെ ഇത്ര നാളത്തെ അനുഭവം കൊണ്ട് 84 ദിവസത്തെ വിഫലമായ ശ്രമം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു അനുഭവത്തിലേക്ക് അയാൾ കിടക്കുന്നു. ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് നമുക്കിനിയും അതേ അനുഭവത്തിൽ സുഗമമായി മുന്നോട്ട് പോകാവുന്നതാണ്. എങ്കിലും ആഴത്തിലുള്ള വലയെറിയൽ എന്നതുപോലെ നമ്മളുടെ വ്യക്തിഗത ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ ആഴം അന്വേഷിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ ആത്മനിർവൃതിയോടെ ദൈവാനുഭവം ആഴത്തിൽ അന്വേഷിക്കുക. നമ്മുടെ ജോലിയിൽ ആത്മാവിഷ്കാരം ഉണ്ടായിരിക്കുക. അങ്ങനെ ആഴം അന്വേഷിക്കുവാനുള്ള ഒരു ക്ഷണം ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ക്ഷണം ലഭിക്കുന്നത് നമ്മൾ ഓർക്കണം. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്ന് പറയുന്ന ശിമയോനാണ്. ജീവിതത്തിലെ എല്ലാ വേദനകളും തിങ്ങി നിറഞ്ഞു വരുന്ന ഒരു വാക്കാണിത്. അതായത് വിഫലതാബോധം എന്ന് നമ്മൾ പറയാനുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ അതെല്ലാം വെറുതെയായിപ്പോയി. ഒരുപക്ഷെ മക്കൾ കൗമാരപ്രായത്തിലെത്തുമ്പോൾ, യൗവനത്തിലേക്ക് കടക്കുമ്പോഴൊക്കെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു വിചാരം വരാറുണ്ട്: ഇത്രയും നാൾ നൽകിയ ശിക്ഷണം വെറുതെയായിപ്പോയോ, ഇത്രയും നാൾ നൽകിയ വിദ്യാഭ്യാസം, വിശ്വാസ പരിശീലനം, ഇതിൽ നിന്നൊക്കെ അകന്നു പോകുന്നതായിട്ട് അവർക്ക് തോന്നുമ്പോൾ ജീവിതത്തിൽ ഈ വിഫലതാബോധം, ഞങ്ങൾ അധ്വാനിച്ചു പക്ഷേ ഒന്നും ഇല്ല എന്നുള്ള ഒരു ബോധം ചിലപ്പോൾ കടന്നു വരാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനാനുഭവത്തിൽ പ്രത്യേകിച്ചും ഭൗതികമായ നന്മകൾ ചോദിച്ചു എന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷേ അതിനേക്കാൾ കൂടുതലായി ദൈവവുമായിട്ടുള്ള ഐക്യം അന്വേഷിക്കുന്നവർക്ക് പലപ്പോഴും ജീവിതം പ്രാർത്ഥന ഊഷരമായിട്ട് തോന്നുകയും അതിൽ നിന്ന് തങ്ങൾക്ക് ദൈവാനുഭവം ലഭിക്കുന്നില്ല എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ തപശ്ചര്യ എന്നതുപോലെ പൂർണ്ണമായിട്ട് അർപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ, ഹൃദയത്തെ ഏകഭദ്രമായി ഏകാഗ്രതയോടെ അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കടന്നു വരുന്നു. ഈ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ശിമയോൻ യേശുവിന് നൽകുന്നത് തൻ്റെ വള്ളമാണ്, ഒരു വസ്തുവാണ്. സഭയിൽ എക്കാലത്തും വ്യക്തികൾ
തങ്ങളുടെ വസ്തുക്കളും സമ്പത്തും സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമർപ്പണത്തിന് ശേഷം വള്ളം നീക്കിയിടുക എന്ന് പറഞ്ഞ് യേശു ശിമയോനോട് പറയുന്നു. അതാകട്ടെ ശിമയോന് ശിഷ്യഗണത്തിലുള്ള പ്രാമുഖ്യമാണ് കാണിക്കുന്നത്. ഈ സുവിശേഷത്തിൽ യേശുവും ശിമയോനും മാത്രമാണ് സംഭാഷണമുള്ളത്. അങ്ങനെ യേശുവിനെ അടുത്തറിയുവാനുള്ള ഒരു ഭാഗ്യം ശിമയോന് വീണ്ടും ലഭിക്കുകയാണ്. അതിനുശേഷം ആഴത്തിൽ യേശുവിൻ്റെ വാക്കനുസരിച്ച് വലയെറിയുമ്പോൾ വലിയ മത്സ്യങ്ങൾ കിട്ടുന്നു. അത് ഇങ്ങനെ ജീവിതാനുഭവങ്ങളെ യേശുവിൻ്റെ വാക്കുകളുടെ വെളിച്ചത്തിൽ കൊണ്ടുവരുവാൻ ശിമയോനെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ഭാഗം വായിച്ചിട്ട് ബോബി ജോസച്ചൻ ധ്യാനമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ചിന്ത ഇപ്രകാരമാണ്. ഒരാൾ ജീവിതത്തിൽ ഇത്രയും നാൾ പഠിപ്പിച്ചു, ഇനി ഇതിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് അധ്യാപകൻ തന്നെ ഒരു പാഠപുസ്തകമായിട്ട് മാറണ്ടേ എന്നാണ്. അതാണ് ഒരു ട്രാൻസെൻഡൻസ്. ഇത്രയും നാൾ അയാൾക്ക് ചില തത്വങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റി, ചില കവിതകൾ പഠിപ്പിക്കാൻ പറ്റി, ചില സയൻസിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കാൻ പറ്റി. പക്ഷേ ഇനിയുള്ള ജീവിതത്തിൽ ഈ അധ്യാപകൻ തന്നെ ജീവിതമെന്തെന്ന് പഠിക്കുവാൻ തക്ക വിധം ഒരു വ്യക്തി പാഠപുസ്തകമായിട്ട് മാറണ്ടേ എന്നാണ് ബോബി ജോസച്ചൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ ഇത്രയും നാൾ ഗാനങ്ങൾ ആലപിച്ചു, പാട്ടുപാടി, ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അയാളുടെ ജീവിതം സംഗീതമയമായിട്ട് മാറണ്ടേ? ഇത്രയും നാൾ പ്രാർത്ഥിക്കുകയായിരുന്നു, ഇനി ആ ദൈവൈക്യത്തിൽ ആയിത്തീർന്ന് ദൈവ കൂടെയുണ്ടെന്നുള്ള അവബോധത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണ്ടേ? പത്രോസിന് ആദ്യം വള്ളം സമർപ്പിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഒരുപാട് മത്സ്യങ്ങൾ ലഭിച്ചതിന് ശേഷവും അതെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ ശിഷ്യരായി മനുഷ്യനെ പിടിക്കുന്നവരായിട്ട് മാറാൻ കഴിഞ്ഞു. അതാണ് ട്രാൻസെൻഡൻസ്. മീൻപിടുത്തത്തിൽ നിന്ന് ഇനി മനുഷ്യരെ പിടിക്കാനായിട്ട് മാറുവാൻ സാധിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സ്നേഹ ശുശ്രൂഷകൾ, നമ്മുടെ പഠനം, ഇതിലൊക്കെയും ആഴത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതകൾ തുറന്നെടുക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് സുഗമമായി ഇപ്പോഴത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ വീണ്ടും ആഴത്തെ അന്വേഷിക്കുക, സ്വന്തം ജീവിതത്തെ ട്രാൻസെൻഡ് ചെയ്യുക. അതിനുവേണ്ടി സുവിശേഷത്തിൽ നിന്നൊരു ഉയർന്ന ശബ്ദമാണ് ആഴത്തിലേക്ക് നീക്കി വലയെറിയുക എന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ